ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോടൊപ്പം സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിൻ്റെ ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഇസ്രായേൽ ഉടനീളം പ്രത്യക്ഷപ്പെട്ടു. വലിയ രീതിയിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഇത്തരം ഫ്ലെക്സുകളൊക്കെ നിർമ്മിച്ചത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തത് എന്ന തരത്തിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ സൗദി ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും അത്തരം തെറ്റായിരിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധം സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അവസാനിച്ചതോടുകൂടി അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള പിടിവലി ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ചിട്ടുണ്ട്. പിന്തുണ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് സാരമായി ബാധിക്കപ്പെടും എന്നുറപ്പാണ്. അവിടെ ഇസ്രായേൽ തകർത്തെറിഞ്ഞിരിക്കുന്ന മേഖലയൊക്കെ പുനർനിർമ്മിച്ചുകൊണ്ട് മുൻപത്തെ രൂപത്തിലേക്കാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ്. വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. പല രാജ്യങ്ങളോട് സാമ്പത്തിക സഹായം ഇസ്രായേൽ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ചോദിച്ചായിരിക്കുന്ന വിവരം പുറത്തു വന്നു. എന്നാൽ നിലവിൽ ആരും അതിന് സഹകരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടും അതിന് തുടർച്ചയായിട്ട് വരുന്നു. ഇപ്പോൾ സൗദി അറേബ്യ ചൊടിപ്പിച്ചിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം 12ഓളം രാഷ്ട്ര ഭരണാധികാരികളുടെ പോസ്റ്ററുകളാണ് വലിയ ഫ്ലെക്സ് അടിച്ചുകൊണ്ട് ഇസ്രായേൽ ഉടനീളം ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പല മേഖലകളിലും അത് ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തലസ്ഥാനമായിരിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അവരുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ അത് പ്രത്യക്ഷപ്പെടുന്നു. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുകയും ചെയ്യുന്നു. നടുക്ക് ട്രംപിൻ്റെ ചിത്രം, ഇടത് ഭാഗത്തും ഇടത് ഭാഗത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടേത്, മറ്റേ ഭാഗത്ത് സൗദി അറേബ്യയുടെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിൻ്റെ ചിത്രം. പിന്നീട് തൊട്ടടുത്തൊക്കെ ഓരോരോ അറബ് രാജ്യങ്ങൾ, ഈജിപ്തിൻ്റെത്, ലെബനാൻ്റെത്, അങ്ങനെ പോകുന്നുണ്ട് ഭരണാധികാരികളുടെ ചിത്രങ്ങളെല്ലാം. ഞങ്ങൾ ഒന്നാണ് എന്ന തരത്തിലാണ്. ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഇറാൻ വേറെയാണ്, അല്ലെങ്കിൽ ഇറാനെതിരെ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ അതിന് ആശയം കൊടുക്കാൻ വേണ്ടി സാധിക്കും. കാര്യം ഇറാൻ്റെ വേദന അനുഭവിച്ചവരാണ് ഞങ്ങൾ എന്ന് അതിൽ പറയാതെ പറയുന്നുണ്ട്. ഒന്ന് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. രണ്ടാമത് അമേരിക്ക ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. മൂന്നാമത് അറബ് രാജ്യത്തെ ഖത്തറിൽ വെച്ചാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ വേണമെങ്കിൽ അവിടെ ആക്രമിക്കുക. ഈ ബഹ്റൈനിലുള്ള അമേരിക്കയുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഏറെക്കുറെ രൂപമായതാണ്. പക്ഷേ ആക്രമണം നടന്നത് ഇങ്ങനെയാണ്. കാരണം ബഹ്റൈൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. 200 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഖത്തറിന് ആക്രമിക്കാവുന്ന സമയത്ത് 1500 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ഏകദേശം ഇസ്രായേലിൻ്റെ അത്ര ദൂരം കണക്കാക്കാൻ വേണ്ടി പറ്റും. ദൂരമുള്ള ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാൻ എടുത്തത് അറേബ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും സൈനിക ബലവും ശക്തിയുമുള്ള പ്രദേശമാണ് ഖത്തറിലുള്ള അവരുടെ സൈനിക താവളം. 60 ഏക്കർ സ്ഥലത്ത് വിസ്താരത്തിലാണ് അതവരെ പണി കഴിപ്പിച്ചത്, അല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കിയത്. അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയെന്ന് പറയുന്നത് അറേബ്യൻ രാജ്യത്തെ മൊത്തത്തിൽ ആക്രമിക്കുന്നതിന് തുല്യമാണ്. അവരൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയും ഖത്തറും ബഹ്റൈനും ഈ UAE എല്ലാം പ്രതിഷേധിച്ചത് മാത്രമല്ല, UAE ഇറാനിലുള്ള അവരുടെ പൗരന്മാരോട് രാജ്യത്തേക്ക് മടങ്ങി വരാൻ വേണ്ടി പറയുകയും മടങ്ങി വന്ന അവർക്ക് എയർപോർട്ടിൽ വെച്ച് സ്വീകരിക്കാൻ വേണ്ടി ഭരണാധികാരികൾ തന്നെ എയർപോർട്ടിലേക്ക് എത്തിയതുമൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. വലിയ രീതിയിൽ അതൊക്കെ പ്രചരിച്ചാണ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആ വീഡിയോ ഒക്കെ കിട്ടുകയും ചെയ്യും. അപ്പം മാനസികമായ രീതിയിൽ അവർക്ക് വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാര്യം നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ളതും അമേരിക്കയുടെ സുരക്ഷിതത്വത്തിൻ്റെ കീഴിൽ നമ്മളങ്ങനെ അഹങ്കരിച്ച് നിൽക്കുക എന്നല്ലാതെ അമേരിക്കയെ പോലും പേടിയില്ലാത്തവരാണ് ഇറാനികൾ എന്ന് അടയാളപ്പെടുത്തിയതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അബ്രഹാം കരാർ, ആ കരാർ വ്യവസ്ഥ വീണ്ടും പൊടി തട്ടി എടുത്തിട്ട് ജോയിൻ്റ് ആക്കിയിട്ട് അങ്ങനെ ഒരു സംവിധാനത്തോടു കൂടിയുള്ള ഒരു ഏകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ചിട്ടുണ്ട്. ട്രംപാണ് അതിൻ്റെ മേലെ നിൽക്കുന്നത്. അദ്ദേഹമാണ് ആ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്യുന്നത്. അതിനൊരു കാര്യം എന്ന് പറഞ്ഞത്, അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ആ കരാർ വ്യവസ്ഥ ഒപ്പിട്ട രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിരന്തരമായിരിക്കുന്ന അമേരിക്കയുടെ ഇടപെടൽ ഞങ്ങളുടെ അത് ഒപ്പിടണം എന്ന് പറഞ്ഞിട്ട് സ്വാധീനിക്കുന്നത് പിന്നീട് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ ഒപ്പിട്ട രാജ്യമാണ് സൗദി അറേബ്യ. അതോടുകൂടിയാണ് അത് പൂർത്തീകരിക്കുന്നത്.
അന്ന് ബൈഡൻ ആയിരുന്നു പ്രസിഡന്റ്. ബൈഡൻ അതിന്റെ പുറകെ നടന്നുകൊണ്ട് സൈക്കിൾ എടുത്ത് കൂട്ടിങ്ങായിട്ട് ഒപ്പിടിച്ചതാണെന്ന് ചുരുക്കം. പിന്നെ ട്രംപിന്റെ അധികാരം വന്നതോടുകൂടി അത് വീണ്ടും ഒരു പുനർസൃഷ്ടിപ്പിന് വേണ്ടിയിട്ട് ശ്രമമൊക്കെ നടത്തി. പക്ഷേ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭാഗത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പോലും പറയാൻ സൗദി അറേബ്യ തയ്യാറായിട്ടില്ല. അവർ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും സൗദി പറയുന്ന ഒരു നിലപാടുണ്ട്, നിങ്ങൾ കുറേ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതുകൊണ്ടൊക്കെ എന്ത് കാര്യം? അത് തെറ്റായിരിക്കുന്ന ഒരു കീഴ്വഴക്കമാണ്. ഞങ്ങളുടെ അനുവാദമില്ലാത്ത രീതിയിൽ പോസ്റ്ററുകളൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിലൊക്കെ ഇവിടെ ഇസ്രായേലിലുടനീളം ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഈ കരാറുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഈ കരാർ തുടരണോ വേണ്ടേ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കണമെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ട്, ദ്വിരാഷ്ട്ര ഫോർമുല. പാലസ്തീൻ സ്വതന്ത്രമാവാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പിന്തുണ നൽകണം, ഇസ്രായേൽ അത് പ്രഖ്യാപിക്കണം, അല്ലെ ഇസ്രായേൽ ആ കാര്യത്തിന് അനുകൂലമായിരിക്കും നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഞങ്ങളുടെ മുൻകാലത്തുള്ള സമീപന നിലപാടിന് യാതൊരു മാറ്റവുമില്ല. ആ മാറ്റം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടിലേക്ക് ഇസ്രായേൽ എത്തുന്ന സമയത്ത് മാത്രമേ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ യോജിപ്പിലെത്തൂ അല്ലെ സഹകരിക്കൂ എന്നുള്ള നിലപാട് സൗദി അറേബ്യ ആവർത്തിച്ച് പറഞ്ഞതോടുകൂടി ഈ പോസ്റ്റർ ഒട്ടിച്ചൊക്കെ വെറുതെ ആയി എന്നുള്ളതാണ് ചുരുക്കം. അതിനോടനുബന്ധിച്ചിപ്പോൾ വലിയ ചർച്ചകൾ അറേബ്യൻ മീഡിയകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത് എവിടെ എത്തും, എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നതിനെക്കുറിച്ച്. അതിലത് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇത് വിവാദമായതോട് കൂടിയിട്ട് രണ്ട് കാര്യം ഇപ്പോൾ വിവാദമായത്. ഒന്ന്, തുർക്കി അൽ ഫൈസൽ രാജാവ് പറഞ്ഞ കാര്യം. രണ്ടാമത്തത് ഈ പറയപ്പെട്ട പോസ്റ്റർ ഫ്ലെക്സുകളൊക്കെ പ്രത്യക്ഷമായിരിക്കുന്ന കാര്യം. അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷം 2024 അവസാന കാലത്താണ് ഇവിടെ വെച്ചിട്ട് UN സഭയിൽ വെച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തോടൊപ്പം ചില നിലപാടുകളും പറഞ്ഞു. തങ്ങളുടെ രാജ്യം സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ, സമീപനങ്ങൾ ഭാവിയിൽ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അഥവാ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാജ്യമായിട്ട് മാത്രമല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്, അതൊരു സാമ്രാജ്യമാക്കിയിട്ട് ഞങ്ങൾ വികസിപ്പിക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ചിത്രങ്ങൾ അവർ ഈ പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കാലത്ത് ഇസ്രായേലിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറഞ്ഞിട്ട് ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കൈയോടൊക്കെ ഉയർത്തി കാണിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ ഈജിപ്ത്, ജോർദാൻ, ലെബനാൻ, സിറിയ 4 രാജ്യങ്ങളുടെ ഭൂപ്രദേശത്തിൻ്റെ പലസ്തീൻ മുഴുവനും, പലസ്തീൻ എന്ന് പറയുന്ന സമയത്ത് ഗസയും വെസ്റ്റ് ബാങ്കും, അത് മുഴുവനായിട്ട് ഇസ്രായേലിന്റെ ഭാഗമാക്കും. അതോടൊപ്പം തന്നെ ഈജിപ്തിന്റെ മുഴുവൻ പറഞ്ഞിട്ടില്ല, പരമാവധി ഭാഗങ്ങൾ, ലെബനാൻ ഏറെക്കുറെ, ജോർദാൻ ഏറെക്കുറെ, സിറിയ പകുതിയിലധികം, അങ്ങനെ പോയിട്ട് പിന്നീട് പറഞ്ഞ് സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് തങ്ങൾ എന്താവും സാമ്രാജ്യം സൃഷ്ടിക്കും എന്ന് പറഞ്ഞു. സൗദി അറേബ്യയുടെ പേര് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പബ്ലിക്കിലായിട്ട് UN ഐക്യരാഷ്ട്രസഭയിൽ വെച്ചുകൊണ്ട് ഒരു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയുന്നത്. അത് സൗദിക്ക് വല്ലാത്ത രീതിയിൽ ആഘാതം ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈജിപ്തും ഇസ്രായേലും സൗദി അറേബ്യയും അതിർത്തി പങ്കിടുന്ന രാജ്യമൊന്നുമല്ല. അപ്പം അങ്ങനെ അതിർത്തി പങ്കിടാത്ത ഒരു രാജ്യത്തിന്റെ പേര് പറയുന്ന സമയത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്ന യമനുമായിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യവുമായിട്ടോ അല്ലെങ്കിൽ ആ പ്രദേശം കൂടി പിടിച്ചു ചേർത്തതിന് ശേഷം മാത്രമേ സൗദി അറേബ്യയുടെ ഭാഗത്തിലേക്ക് എത്തൂ. അപ്പോൾ ഇത് UN സഭയിൽ ഉന്നയിക്കുന്ന സമയത്ത് ഒരു നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. സൗദി അറേബ്യയിൽ വലിയ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതോടുകൂടിയാണ് അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഞങ്ങൾ ഒരു ചർച്ചയ്ക്കും ഇല്ല എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു ആവർത്തനം വരുന്നത് ഇപ്പം നടക്കുന്ന സംഭവം, ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് രഹസ്യമായ രീതിയിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ചർച്ചകൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് എല്ലാ ഭരണാധികാരികളോടും നടത്തുന്നുണ്ട്. അത് ഇറാഖ് യുദ്ധ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇറാഖ് യുദ്ധ കാലഘട്ടത്തിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ജൂനിയർ ജോർജ് ബുഷ് ചെയ്ത അതേ പ്രവർത്തനങ്ങൾ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി രാജ്യങ്ങളുടെ പിന്തുണ തേടാൻ വേണ്ടി ജോർജ് ബുഷ് തന്നെ ഏകദേശം 60-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ പിന്തുണ തേടിയിട്ട് ഇന്ത്യയിലും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക നേരിട്ട് നടത്തപ്പെട്ട യുദ്ധത്തിലൊന്നും അവർ വിജയിച്ചിട്ടില്ല. കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടുമായിട്ട് ഇട്ടെറിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. പകരം രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി അവർ നേതാവായി നിന്ന യുദ്ധത്തിൽ എല്ലാവരും വിജയിച്ചിട്ടുണ്ട്. ഇറാഖിലൊക്കെ വിജയിച്ച അങ്ങനെയാണ്. അതിൽ 32 രാജ്യങ്ങളുടെ പിന്തുണ അവർക്ക് കിട്ടിയിട്ടുണ്ട്.
ആ പിന്തുണയോട് കൂടിയിട്ടാണ് അവിടെ യുദ്ധം ചെയ്യുന്നത്. ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തിട്ടുണ്ടോ? അവർ പരാജയം. ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യമനുമായിട്ട് ഒരു ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു. അങ്ങനെ അവർ മുന്നോട്ട് അങ്ങോട്ട് വെച്ചതാണ്, ഒന്ന് വെടി നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുമായിട്ടൊന്ന് സഹകരിക്കൂ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇട്ടെറിഞ്ഞൊന്ന് പോകണം, ഞങ്ങൾക്കാവൂല എന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒമാൻ്റെ നേതൃത്വത്തിൽ ആ കരാർ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയത്. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ സൗദി അറേബ്യ പോലും അറിയാത്ത രീതിയിൽ ഇസ്രായേൽ ഞങ്ങൾ സൗദിക്കൊപ്പമാണ്, സൗദി ഞങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആന്തരികമായിരിക്കുന്ന വലിയ പ്രചാരണം നടത്തുന്നു. സൗദി അറേബ്യ ആ വിവരം അറിഞ്ഞിട്ട് പോലും ഞങ്ങളും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ അവർ പറയുന്നു. അപ്പോൾ ആന്തരികമായി നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളെ കയ്യിലൊതുക്കാൻ വേണ്ടിയിട്ടും ഇറാൻ ഒറ്റപ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.